ഉമർ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നത് ദുൽഹജ്ജ് മാസത്തിലെ 26-നാണ്. ദുൽഹജ്ജ് 26-നാണ്. ഹിജ്റ വർഷം 23-ന് 632-ലാണ് റസൂൽ വഫാത്താകുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ റസൂൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിലുള്ളതാണ്. ഈ ഹുദൈഫയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഹുദൈഫ ഇബ്ൻ അൽ യമാൻ. ഈ ഹുദൈഫ ഇബ്ൻ അൽ യമാൻ എന്ന് പറയുന്നത് റസൂലിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നാണ് പറയുക, സാഹിബു സിർ. റസൂല് പല സ്വഹാബിമാർക്കും അനുചരന്മാർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാത്ത പല കാര്യങ്ങളും ഹുദൈഫക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അതായത് പല സ്വഹാബിമാർക്കും അറിയാത്ത പല കാര്യങ്ങളും ഹുദൈഫ ഇബ്ൻ അൽ യമാൻ എന്ന സ്വഹാബിക്ക് അറിയാമായിരുന്നു എന്നാണ്. സാഹിബ സിർ എന്നാണ് പറയുക, പ്രവാചകൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. ഇത് ഹുദൈഫയും ഉമർ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഒരിക്കൽ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഹുദൈഫ ഇബ്ൻ അൽ യമാനും ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകൻ ഫിത്നകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആർക്കാണ് ഓർത്തെടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചു. റസൂല് ഈ ഫിത്നകളെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അത് ആർക്കാണ് ഓർത്തെടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചു. ആ സമയത്ത് ഹുദൈഫ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അത് എനിക്കറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അത് ചോദിച്ചറിയാണ്. ഹുദൈഫ പറഞ്ഞു, ഒരാളുടെ കുടുംബവും സ്വത്തുക്കളും അയൽവാസിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫിത്നകളും അയാളുടെ നന്മ കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞു. അവൻ്റെ നമസ്കാരം, ദാനധർമ്മങ്ങൾ, അവൻ്റെ നന്മകൾ അധികരിപ്പിക്കുകയും തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള ഫിത്നകളെ തൊട്ട് അള്ളാഹു അവന് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ എല്ലാ ദോഷങ്ങളും അവൻ്റെ നന്മ കൊണ്ട് അള്ളാഹു അവന് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചോദിച്ചത് അതിനെക്കുറിച്ചല്ല, ഞാൻ ചോദിച്ചത് ഇത്തരത്തിലുള്ള ചെറിയ ഫിത്നകളെക്കുറിച്ചല്ല, ഞാൻ ചോദിച്ചത് വലിയ ഫിത്നയെക്കുറിച്ചാണ്. സമുദായത്തിൻ്റെ മേൽ വരാനിരിക്കുന്ന വലിയ ഫിത്നകളെക്കുറിച്ച്, ആ വലിയ ദുരന്തങ്ങളെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. ഹുദൈഫ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് ഭയപ്പെടുന്നത്? അതോർത്ത് എന്തിനാണ് നിങ്ങൾ വ്യാകുലപ്പെടുന്നത്? നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്കും ആ ഫിത്നകൾക്കും ഇടയിൽ ഒരു അടഞ്ഞ വാതിലുണ്ട് എന്ന് പറഞ്ഞു. ഹുദൈഫ പറയാണ്, യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം നിങ്ങൾക്കും ആ ഫിത്നകൾക്കും ഇടയിൽ ഒരു അടഞ്ഞ വാതിലുണ്ട് എന്ന് പറയാണ്. പ്രവാചകൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ഹുദൈഫ ഇബ്ൻ അൽ യമാൻ. അതുകൊണ്ട് തന്നെ മറ്റാർക്കും അറിയാത്ത പല രഹസ്യങ്ങളും അറിയാവുന്ന ഒരു സ്വഹാബി കൂടിയാണ്. ഹുദൈഫ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം അത് നിങ്ങൾ അറിയാനോ കാണാനോ പോകുന്നില്ല. ആ ഫിത്നകൾക്കും നിങ്ങൾക്കുമിടയിൽ ഒരു അടഞ്ഞ വാതിലുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ വാതിൽ അത് തുറക്കപ്പെടുകയാണോ അതോ തകർക്കപ്പെടുകയാണോ എന്ന് ചോദിച്ചു. ഹുദൈഫ പറഞ്ഞു, അല്ല, അത് തകർക്കപ്പെടുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ആ വാതിൽ അടയുകയില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കലും ആ വാതിൽ അടക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് ഹുദൈഫയോട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ആ ഒരു അടഞ്ഞ വാതിൽ അതെന്താണ് എന്നുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബിന് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചു. ഹുദൈഫ പറഞ്ഞു, നാളത്തെ സൂര്യോദയം ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഏതു രൂപത്തിൽ അറിയാവുന്നുവോ അതേ രൂപത്തിൽ ഉമറിന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അതായത് പകൽ വെളിച്ചം പോലെ ഉമറിന് അത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. ഇതിൽ ഈ ഒരു സംഭവം ഹുദൈഫയുടെ ഒരു ശിഷ്യൻ ഹുദൈഫയോട് നേരിട്ട് ചോദിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട്, ഹുദൈഫയുടെ പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു ശിഷ്യനുണ്ടായിരുന്നു, മസ്റൂഖ് ഇബ്ൻ അൽ അജ്ദ. പ്രസിദ്ധനായിട്ടുള്ള താബിയാണ്, അബ്ദുല്ലാഹ് ഇബ്ൻ മസ്ഊദിൻ്റെ ഒക്കെ പ്രസിദ്ധനായിട്ടുള്ളൊരു ശിഷ്യനാണ് മസ്റൂഖ് ഇബ്ൻ അൽ അജ്ദ. ഹിജ്റ 62 വഫാത്ത്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ വാതിലും ഈ തകർക്കലും ഒക്കെ എന്താണ് എന്ന് ചോദിച്ചു. മസ്റൂഖ് പറഞ്ഞു, ആ വാതിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഉമറിനെയാണ്,
തകർക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അത് ഉമറിൻ്റെ കൊലപാതകമാണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് ശേഷമാണ് ഈ വലിയ ഫിത്നകൾ സമുദായത്തിൻ്റെ മേലുണ്ടാവുക എന്ന് പറയാണ്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്ന അതേ വർഷത്തിൽ ഹിജ്റ 23 ഹജ്ജിനായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മക്കത്തുണ്ട്. അക്കാലത്തൊക്കെ എല്ലാ വർഷവും ഖലീഫമാർ മുടങ്ങാതെ ഹജ്ജിന് എത്തുമായിരുന്നു. അത് അവരുടെ ഒരു ഉത്തരവാദിത്തം പോലെയാണ്. ഈ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് മദീനത്തേക്ക് പുറപ്പെടുമ്പോൾ തൻ്റെ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ട്: യാ അല്ലാ, എനിക്ക് വയസ്സായിരിക്കുന്നു, എൻ്റെ ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നു, ഞാൻ ദുർബലനായിരിക്കുന്നു. പക്ഷെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തങ്ങളിൽ എന്നെ പരാജയപ്പെടുത്താതെ എന്നെ നീ നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വിളിക്കുക അല്ലാ എന്ന് പറഞ്ഞു എന്നാണ്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുള്ള ഇബ്നു ഉമർ പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന കാലങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുമായിരുന്നു: യാ അല്ലാ, എനിക്കൊരു ഷഹീദിൻ്റെ മരണം നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. എനിക്കൊരു ഷഹീദിൻ്റെ മരണം നീ എനിക്ക് നൽകണമേ, പ്രവാചകൻ്റെ മദീനയിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കണമേ എന്ന് സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു പ്രാവശ്യം അബ്ദുള്ള ഇബ്നു ഉമർ ചോദിച്ചു: യാ അബത്ത, നിങ്ങളുടെ ഈ 2 പ്രാർത്ഥനയും എങ്ങനെ ഒരുമിച്ച് സംഭവിക്കും എന്ന് ചോദിച്ചു. കാരണം അക്കാലങ്ങളിലൊന്നും മദീനയിൽ വെച്ച് ഒരു യുദ്ധം നടക്കാനുള്ള സാഹചര്യം അങ്ങനെ നടക്കുകയോ ചെയ്യാറ് പതിവില്ല. മദീനയുടെ പുറത്താണ് യുദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നത്: എനിക്കൊരു ഷഹീദിൻ്റെ മരണം നൽകണേ യാ അല്ലാ, നീ എന്നെ മദീനയിൽ വെച്ച്, പ്രവാചകൻ്റെ മദീനയിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അബ്ദുള്ള ഇബ്നു ഉമർ ചോദിച്ചു: ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കും. അതുപോലെ തബക്കാത്ത് ബിൻ സഅദിൽ അബൂ മൂസൽ അശ്ശരി മദീനത്തു നിന്ന് മാറി വേറെ എവിടെയോ ആണ്, ദൂരെ എവിടെയോ ആണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗത്തിന്, കൊലപാതകത്തിന് തൊട്ട് മുൻപ് അബൂ മൂസൽ അശ്ശരി ഒരു സ്വപ്നം കാണുന്നുണ്ട്. അദ്ദേഹം തൻ്റെ 2 കൈകളിലും 2 വലിയ ധാന്യവിളകൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു. ഒരു സമയം കഴിഞ്ഞപ്പോൾ ആ ധാന്യവിളകളൊക്കെ അപ്രത്യക്ഷമായി പോയി. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം വളരെ മിനുസപ്പെട്ട, വളരെ മൃദുവായിട്ടുള്ള ഒരു വലിയ മല കാണുകയാണ്. ആ മലയുടെ അടുത്ത് പരിശുദ്ധ പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖിനെയും അദ്ദേഹം കണ്ടു. അവിടെ നിന്ന് പരിശുദ്ധ പ്രവാചകൻ ഉമറിനെ വിളിക്കുന്നതായിട്ട് കണ്ടു. ഉമറെ, വേഗം വരൂ, വേഗം വരൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ റസൂല് ഉമറിനെ വിളിക്കുന്നതായിട്ട് കണ്ടു എന്നാണ്. അങ്ങനെ അബൂ മൂസൽ അശ്ശരി അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ഈ ഒരു സ്വപ്നത്തെക്കുറിച്ച് തൻ്റെ ജനങ്ങളോട് പറയാണ്. അവർ പറഞ്ഞു: എന്തുകൊണ്ട് ഈ ഒരു സംഭവം മദീനത്ത് ഉമർ ബിൻ ഖത്താബിൻ്റെ അടുത്തേക്ക് സന്ദേശം അറിയിക്കുന്നില്ല? ഈ ഒരു സ്വപ്നത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഉമറിന് എഴുതി അറിയിക്കുന്നില്ല എന്ന് ചോദിച്ചു. അബൂ മൂസൽ അശ്ശരി പറഞ്ഞു: ഉമറിൻ്റെ മരണവാർത്ത അദ്ദേഹത്തെ അറിയിക്കുന്ന വ്യക്തിയാകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഉമറിൻ്റെ മരണവാർത്ത അദ്ദേഹത്തെ അറിയിക്കുന്ന വ്യക്തിയാകാൻ അതെനിക്ക് ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണ സൂചനയാണ് എന്ന് അബൂ മൂസൽ അശ്ശരിക്ക് തിരിച്ചറിവുണ്ടായിരുന്നു എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് അബൂ മൂസൽ അശ്ശരിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ ഹിജ്റ 23 ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനത്തെത്തിയതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിനുള്ളിലായിട്ട് ഒരൊറ്റ ഖുത്തുബ മാത്രമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് പള്ളിയിൽ കൊടുക്കാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഹജ്ജ് കഴിഞ്ഞ് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുകയാണ്. അതേ മാസത്തിൽ ഈ അവസാനത്തെ ഖുത്തുബയിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് റസൂലിന് ശേഷം അബൂബക്കർ ഖലീഫയാകുന്നതും അതിനുശേഷം അബൂബക്കർ അദ്ദേഹത്തെ ഖലീഫയായി തിരഞ്ഞെടുക്കുന്നതും ഒക്കെയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു: ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു, ആ സ്വപ്നം വ്യാഖ്യാനിച്ചുകൊണ്ട് എൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു.
ഇത് ഖുതുബക്കിടയിൽ പള്ളിയുടെ മിമ്പറിൽ വെച്ചിട്ട് പറയാണ്. ആ ഒരു സ്വപ്നം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു പൂവൻ കോഴി അദ്ദേഹത്തെ 2 തവണ കൊത്തുന്നതായിട്ട് അദ്ദേഹം സ്വപ്നം കണ്ടു എന്നാണ്. ഒരു പൂവൻ കോഴി അദ്ദേഹത്തെ 2 തവണ കൊത്തുന്നതായിട്ട് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. അങ്ങനെ ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് ശേഷം മറ്റൊരു ഖലീഫയെ നിങ്ങൾ നിയമിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ശേഷം മറ്റൊരു ഖലീഫയെ അവിടെ നിന്ന് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരാളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ റസൂലും ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. അതല്ല, ഞാനൊരാളെ പേര് പറഞ്ഞാൽ അബൂബക്കറും ഒരാളെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ ചെയ്താലും ഞാൻ എനിക്ക് മുമ്പുള്ളവരുടെ പാതയാണ് ഞാൻ പിന്തുടരുന്നത് എന്ന് പറഞ്ഞു. ഞാൻ എന്ത് തന്നെ ചെയ്താലും അള്ളാഹു അവൻ്റെ മതത്തെ കാത്തുകൊള്ളും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇനി എൻ്റെ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ, ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് ശേഷമുള്ള ഖിലാഫത്ത് അതീ പറയുന്ന 6 പേരിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയായിരിക്കണം എന്ന് പറഞ്ഞു. അതീ പറയുന്ന 6 പേരിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ആയിരിക്കണം എന്ന് പറഞ്ഞു. ഈ 6 പേരും റസൂല് തൃപ്തിപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞു. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 പേരിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. അവരുടെ പേര് പറഞ്ഞിട്ട് ഈ 6 പേരിൽ നിന്ന് നിങ്ങളുടെ ഖലീഫയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അവസാനത്തെ ഖുതുബയിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത്, ഒരു വസിയത്ത് പോലെ. അതിനുശേഷം മറ്റൊരു ഖുതുബ അദ്ദേഹത്തിന് പിന്നീട് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഹുദൈഫയുമായിട്ടുള്ള മറ്റൊരു സംഭാഷണം പറയുന്നുണ്ട്. ഹുദൈഫ ഇബ്ൻ അൽ യമാൻ സാഹിബ് സിർ, ഇത് ഉമർ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നതിൻ്റെ ഏകദേശം ഒരു 3 ദിവസം മുൻപാണ്. ഹുദൈഫയും ഉമർ റളിയല്ലാഹു അൻഹും അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഈ ഇറാഖിൻ്റെ ചില പ്രദേശങ്ങളിൽ നിന്നുള്ള ടാക്സ് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹുദൈഫയെയാണ് ഉമർ റളിയല്ലാഹു അൻഹു നിയമിച്ചിട്ടുള്ളത്. ഇറാഖിൻ്റെ ചില പ്രദേശത്തു നിന്നുള്ള ടാക്സ് പിരിച്ചെടുക്കാൻ വേണ്ടി ഹുദൈഫയെയാണ് ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഹുദൈഫ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നമ്മൾ ഈ പണം അത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അത് ചെലവ് ചെയ്യേണ്ടത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അതിന് മറുപടി ആയിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹു എനിക്ക് ആയുസ് നീട്ടിത്തരുകയാണെങ്കിൽ ഇറാഖിലെ ഒരു വിധവക്കും മറ്റൊരുത്തൻ്റെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കില്ല, അവരൊക്കെ നമ്മൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞു. ഇറാഖിലെ ഒരു വിധവക്കും മറ്റൊരാളുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കും, അവരൊക്കെ ഞാൻ സംരക്ഷിക്കും എന്ന് പറയാണ്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നതിൻ്റെ ഏകദേശം ഒരു 3 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷേ ഈ ഒരു നിയമം നടപ്പിൽ വരുത്താൻ കഴിയുന്നില്ല. അതിനു മുമ്പ് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യുന്നത് ആരാന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അബൂ ലുഅൽ മജൂസി. അയാൾക്ക് ഫൈറൂസ് എന്നൊരു പേരുള്ളതായിട്ടും പറയുന്നുണ്ട്. ഈ ഒരാളെക്കുറിച്ച് അധികമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇല്ല. നമുക്ക് ആകെ അറിയാവുന്നത് ഇയാളൊരു മജൂസിയാണ്. പുതുതായിട്ട് കീഴ്പ്പെടുത്തപ്പെട്ട സ്ഥലത്തിൽ നിന്നുൾപ്പെട്ടൊരു വ്യക്തിയാണ്. പുതുതായിട്ട് കീഴ്പ്പെടുത്തപ്പെട്ട സ്ഥലത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ്, ഒരു മജൂസിയാണ്, ഒരു സൊറോസ്ട്രിയൻ മതത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അൽ മുഹൈറ ഇബ്ൻ ഷുഅബയുടെ അടിമയാണ്. മജൂസിയാണ്, ഇത്രേ നമുക്കറിയുള്ളൂ. അൽ മുഹൈറ ഇബ്ൻ ഷുഅബയുടെ അടിമയാണ്. അക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനൊരു പോളിസി ഉണ്ടായിരുന്നു. ഈ പുതുതായിട്ട് കീഴ്പ്പെടുത്തപ്പെട്ട ആളുകളെയൊന്നും മദീനത്ത് താമസിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു അനുവദിച്ചിരുന്നില്ല. പുതുതായിട്ട് കീഴ്പ്പെടുത്തപ്പെട്ട ആളുകളെ ഒന്നും മദീനയിൽ താമസിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പോളിസി ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കുറഞ്ഞ ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് അനുവാദം വാങ്ങിയിട്ട് മദീനത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ഇത് അത്യപൂർവമായിട്ടുള്ള ചില കഴിവുകളുള്ള ചില വ്യക്തികളാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു അബൂ ലുഅൽ മജൂസി. ഇയാൾ അതിവിദഗ്ധനായിട്ടുള്ള ഒരു കൊത്തുപണിക്കാരനാണ്. ഈ ശില്പകലയിലും ഈ ബ്ലാക്ക് സ്മിത്ത്, ആശാരി എന്നൊക്കെ പറയുന്ന പോലെ സമർത്ഥനായിട്ടുള്ള ഒരു ശില്പിയായിരുന്നു, ഒരു കൊത്തുപണിക്കാരനായിരുന്നു. ഇരുമ്പ് കൊണ്ടും മറ്റ് ലോഹങ്ങൾ കൊണ്ടും ഈ മരം കൊണ്ടും ഒക്കെ ഇയാൾ പലതും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു.
വളരെ സമർത്ഥനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അൽ മുഗീറ ഇബ്ൻ ശുഅബ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് നിന്ന് ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് ഇയാളെ മദീനത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇയാൾ എന്തിനാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് എന്നുള്ളതിന് ഒരു കൃത്യമായ ഒരു ഉത്തരം ഇല്ല. പറയപ്പെടുന്ന കാരണങ്ങളിൽ ഒന്ന്, ഈ അബൂ ലുഅ്ലുഅ മുഗീറ ഇബ്ൻ ശുഅബയുടെ അടിമയായിരുന്നു. ഈ അബൂ ലുഅ്ലുഅ മുഗീറയെക്കുറിച്ച്, തൻ്റെ യജമാനെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ടൊരു പരാതി പറയുന്നുണ്ട്. അതായത് തന്നെ കൊണ്ട് അധികമായി പണി എടുപ്പിക്കുന്നു, അതിന് വേണ്ട കൂലി നൽകാതിരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയേറെ പരാതികൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു പരാതി കേട്ടിട്ട് അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നാണ്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പകരം വീട്ടിയതാണ് എന്ന് പറയുന്നുണ്ട്, ഒരു കാരണമായിട്ട് പറയുന്നത്. ഈ കൊലപാതകത്തിന് കാരണമായിട്ട് ചില ചരിത്രകാരന്മാർ പറയുന്നത് അത് മുസ്ലിങ്ങളോടുള്ള വിരോധമായിരുന്നു എന്നാണ്. കാരണം തൻ്റെ ജന്മനാടായിട്ടുള്ള പേർഷ്യ മുസ്ലിങ്ങൾ കീഴടക്കുകയാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ നേതൃത്വത്തിലാണ്. സസാനിയൻ സാമ്രാജ്യം ഇല്ലാതാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിന് പകരം ചെയ്തതാണ് എന്നും പറയുന്നുണ്ട്. മറ്റു ചില അഭിപ്രായങ്ങളിൽ ചില പേർഷ്യക്കാരും ചില ക്രിസ്ത്യാനികളൊക്കെ ചേർന്നിട്ട് ഈ അബൂ ലുഅ്ലുഅ അൽ മജൂസിയെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്താൻ വേണ്ടി അവർ വിലക്കെടുത്തു എന്നാണ്. ഒരു വാടക കൊലയാളി എന്ന പോലെ ഇയാളെ വിലക്കെടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യിച്ചു എന്നാണ്. ഇനി ഇതിലൊന്നും പെടാത്ത വേറൊരു കാരണം കൂടി പറയുന്നുണ്ട്. ഇത് ഷിയാക്കളുടെ ഇടയിലാണ് കൂടുതലായിട്ട് പറയപ്പെടുന്നത്. അതായത് അലിയോടും ഫാത്തിമയോടും ഒക്കെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത കൊടും പാതകത്തിൻ്റെ, അവരെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അതിന് പകരം ചെയ്തതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ചില ഷിയാക്കളുടെ ഇടയിൽ ഈ അബൂ ലുഅ്ലുഅ അൽ മജൂസി ഒരു സൂപ്പർ ഹീറോ ആണ്. അഹ്ലു ബൈത്തിൽപ്പെട്ടവരെ ഉപദ്രവിച്ചത് കൊണ്ട് ദൈവം അയാളെ കൊണ്ട് അത് ചെയ്യിച്ചു എന്നാണ്. ചുരുക്കത്തിൽ ഈ കൊല ചെയ്യാനുള്ള കാരണം അത് അവ്യക്തമാണ്, പല അഭിപ്രായങ്ങളാണ്. ഒരിക്കലൊരു സംഭവം, ഇയാളിങ്ങനെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈ അബൂ ലുഅ്ലുഅ എന്തോ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ വഴി ഇങ്ങനെ നടന്ന് വന്നു. ഈ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിനെ പ്രശംസിച്ചുകൊണ്ട്, അത് വാഴ്ത്തിക്കൊണ്ട് എന്തോ ചിലത് പറഞ്ഞു. അത് നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്തോ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഇത് കേട്ടിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഈ ഉണ്ടാക്കുന്നതല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാനിനി ചിലത് ചെയ്യാൻ പോകുന്നുണ്ട്, അതിലാണ് നീ എൻ്റെ സാമർഥ്യവും എൻ്റെ കഴിവും യഥാർത്ഥത്തിൽ നീ അറിയാൻ പോകുന്നത്, അപ്പോഴാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിലാണ് എൻ്റെ സാമർഥ്യം നീ ശരിക്കും അറിയാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ഇയാളുടെ ഈ ഒരു സംസാരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് എന്തോ ഒരു സംശയം തോന്നി, എന്തോ ഒരു പന്തികേട് തോന്നി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചു. ഇയാളുടെ സംസാരത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അത് കാര്യമാക്കിയില്ല, അതങ്ങനെ വിട്ടു, അങ്ങനെ നടന്ന് പോയി. അങ്ങനെ അബൂ ലുഅ്ലുഅ അൽ മജൂസി ഫൈറൂസ് ഒരു ആയുധം അങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ്. ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു വലിയ കത്തി അത് ഉണ്ടാക്കിയെടുക്കുകയാണ്, അത് രൂപപ്പെടുത്തി എടുക്കുകയാണ്. എന്നിട്ട് അതിൽ വിഷം പുരട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അതിൽ വിഷം പുരട്ടി. അങ്ങനെ അയാൾ മുൻകൂട്ടി തീരുമാനിച്ച് സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത് മദീനത്തെ പള്ളിയുടെ അടുത്ത് പോയിട്ട് എവിടെയോ ഇരുട്ടിൽ പോയിട്ട് മറഞ്ഞിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് നിസ്കരിക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒളിച്ചിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വന്നു, നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നമസ്കാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ റുക്കോയിലേക്ക് പോകുന്ന സമയത്ത് അബൂ ലുഅ്ലുഅ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് ചാടി വരികയും ആ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചത്ത് ആഞ്ഞ് കുത്തുകയും ചെയ്യാണ്, ആദ്യത്തെ കുത്ത്. അത് കഴിഞ്ഞ് ആ കത്തി വലിച്ചൂരി രണ്ടാമത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുറത്ത് രണ്ടാമത്തെ കുത്തും കുത്തി. മൂന്നാമതായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടി വയറ്റിൽ കത്തി കുത്തിക്കയറ്റി അത് വലിച്ചു നീക്കി എന്നാണ്. കുത്തി ഇങ്ങനെ വലിച്ചു എന്നാണ്. ആ ഒരു കുത്താണ് ഏറ്റവും രൂക്ഷമായി, ഏറ്റവും മാരകമായി
പറയപ്പെടുന്നത്. അതിങ്ങനെ കുത്തി വലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആഴത്തിലുള്ള വലിയ മുറിവാണ് സംഭവിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിയതിന് ശേഷം ഇയാൾ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ ഖത്തലൽ മജൂസി എന്നെ കൊലപ്പെടുത്തി എന്നും പറഞ്ഞ് അങ്ങനെ ബോധരഹിതനായിട്ട് വീഴുകയാണ്. ആ പോണ പോക്കിൽ ഇയാൾ തിരിഞ്ഞും മറിഞ്ഞും അവിടെയുള്ള ആളുകളൊക്കെ വെട്ടും കുത്തും ചെയ്യുന്നുണ്ട്. ആ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പറയപ്പെടുന്നത് അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന 7ഓളം ആളുകൾ ഈ ആക്രമണത്തിൽ മരിച്ചു എന്നാണ്. 10-13 പേർക്ക് വലിയ തോതിൽ തന്നെ മുറിവേൽക്കുകയും ചെയ്യുന്നുണ്ട്. സ്വഹാബാക്കൾ അങ്ങനെ അബൂ ലുലുയെ വളഞ്ഞു. കൂട്ടത്തിൽ ഒരു സ്വഹാബി തൻ്റെ മേൽമുണ്ട് ഇയാളുടെ തലയിലേക്ക് ഇട്ടു. അങ്ങനെ പിന്നീട് സ്വഹാബാക്കളൊക്കെ ഇയാളുടെ മേലേക്ക് ചാടിക്കയറി. രക്ഷപ്പെടാനാവില്ല എന്നായപ്പോൾ ഇയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കത്തി തൻ്റെ നെഞ്ചിൽ സ്വയം കുത്തി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ബോധം മറിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമറിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പോകുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ആ സമയത്ത് യാ അബത്ത എന്ന് ആവർത്തിച്ച് വിളിച്ച് കരയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഇതൊന്നും അറിയാതെ അങ്ങനെ ബോധരഹിതനായിട്ട് കിടക്കുകയാണ്. സൂര്യോദയത്തിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന് ബോധം തിരിച്ച് ലഭിക്കുന്നത്, കണ്ണുകൾ തുറക്കുന്നത്. കണ്ണു തുറന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചുറ്റും നോക്കി, സ്വഹാബാക്കളെ നോക്കി, മകനെ നോക്കി, ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ ഒരു ശരീരം ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു അത്രേ, ആളുകൾ നമസ്കരിച്ചോ, അവർക്ക് നമസ്കാരം പൂർത്തിയാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു എന്നാണ്. അവർ പറഞ്ഞു നമസ്കരിച്ചു, ഞങ്ങൾ നമസ്കാരം പൂർത്തിയാക്കി എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമസ്കാരം ഉപേക്ഷിക്കുന്നവർ മുസ്ലിങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു. നമസ്കാരം ഉപേക്ഷിക്കുന്നവർ മുസ്ലിങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തിടുക്കപ്പെട്ട് അങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി പോയി. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ വിചാരിച്ചു അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് വെള്ളം കൊണ്ടുവന്നു. പക്ഷേ ആ വെള്ളം ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ട് അത് കുടിക്കാൻ വേണ്ടി ആയിരുന്നില്ല, പകരം വുളു എടുക്കാൻ വേണ്ടിയായിരുന്നു. കാരണം ഉമർ റളിയല്ലാഹു അൻഹു സ്വയം സുബഹി നമസ്കാരം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ നമസ്കാരം പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ആരാണ് എന്നെ കുത്തിയത് എന്ന്. ആരാണ് എന്നെ കുത്തിയത് എന്ന് ചോദിക്കുന്നത്. അവർ പറഞ്ഞു ഗുലാമൽ മജൂസി എന്ന് പറഞ്ഞു, അടിമയായിട്ടുള്ള മജൂസിയാണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുഗീറയുടെ അടിമയാണോ എന്ന് ചോദിച്ചു. അൽ മുഗീറയുടെ അടിമയാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അതെ, മുഗീറ ഇബ്നു ശുഐബയുടെ അടിമയാണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാ, എന്നെ കുത്തിയത് ഒരു മുസ്ലിമായില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നെ കുത്തിയത് ഒരു മുസ്ലിം അല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് അവിടെ നിന്നുള്ളൊരു പ്രഗത്ഭനായിട്ടുള്ളൊരു വൈദ്യനെ കൊണ്ടുവരുന്നുണ്ട്. ഈ വൈദ്യൻ വന്നിട്ട് പരിശോധിച്ച് നോക്കിയിട്ട്, ഇനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വസിയത്ത് എഴുതാം, വസിയത്ത് പറയാം എന്നുള്ളത് പറഞ്ഞു പോവുകയാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടുകയില്ല എന്ന് വിധി എഴുതി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കുടുംബത്തെയൊക്കെ വിളിച്ചു ചേർത്തു, തൻ്റെ മക്കളെയൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു, നിങ്ങൾ എനിക്കുള്ള എൻ്റെ കടങ്ങളൊക്കെ നിങ്ങൾ വീട്ടണം എന്ന് പറഞ്ഞു. എനിക്കുള്ള കടങ്ങൾ അത് നിങ്ങൾ വീട്ടണം എന്ന് പറഞ്ഞു. അറേബ്യയുടെ സിംഹഭാഗവും പിടിച്ചടക്കിയിട്ടുള്ള ഖലീഫ ഉമറാണ് സ്വന്തം മക്കളോട് പറയുന്നത്, എൻ്റെ കടങ്ങൾ നിങ്ങൾ വീട്ടിത്തരണം എന്ന്. ആലോചിക്കണം ആ ഒരു ജീവിതം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെക്കൊണ്ട് അത് ഒക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റ് കുടുംബക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് എൻ്റെ കടം നിങ്ങൾ വീട്ടണം എന്ന് പറഞ്ഞു. അതും മതിയാകാതെ വരികയാണെങ്കിൽ ബനു അദി, എൻ്റെ വംശക്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം മേടിച്ച് എൻ്റെ കടം വീട്ടണം എന്ന് പറഞ്ഞു. അതും മതിയാകാതെ വരികയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഗോത്രത്തിൽ നിന്ന്, ഖുറൈശികളുടെ കയ്യിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾ എൻ്റെ കടം മുഴുവൻ വീട്ടണം എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ മുസ്ലിങ്ങളുടെ പണം തൊട്ട് പോകരുത് എന്നാണ് ഈ പറയുന്നത്. എനിക്കുള്ള കടം അത് എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ വംശത്തിൽ നിന്ന് മേടിച്ചെടുത്ത് അത് വീട്ടിക്കൊള്ളണം എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു അഭ്യർത്ഥന നടക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ
ആയിഷ ബീവിയുടെ വീട്ടിൽ പോകണം, ആയിഷയുടെ വീട്ടിൽ ചെല്ലണം. ഉമർ ബിനുൽ ഖത്താബ് ചോദിച്ചതാണ് എന്ന് പറയണം. ഉമർ ബിനുൽ ഖത്താബിൻ്റെ മകൻ ഉമർ ചോദിച്ചതാണെന്ന് പറയണം. ഖലീഫ എന്നോ അമീറുൽ മുഅ്മിനീൻ എന്നോ പറയരുത്, അമീർ എന്നോ ഖലീഫ എന്നോ പറയരുത്. ഖത്താബിൻ്റെ മകനായിട്ടുള്ള ഉമർ ചോദിക്കുകയാണ് എന്ന് പറയണം. എനിക്കെൻ്റെ കൂട്ടാളികളുടെ കൂടെ കിടക്കാൻ ഒരിത്തിരി മണ്ണ് അനുവദിച്ച് തരണം എന്ന് അവരോട് പറയണം. ഏതെങ്കിലും രീതിയിൽ അവരൊരു വൈമനസ്യം കാണിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ അവരൊരു എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ പിന്നെ സംസാരിക്കാൻ നിൽക്കരുത്, പിന്നീട് ഒന്നും പറയാൻ നിൽക്കരുത്, തിരിച്ചു പോന്നേക്കണം എന്ന് പറഞ്ഞു. അവരോട് ചെന്നിട്ട് ഖത്താബിൻ്റെ മകൻ ഉമറാണ് പറയുന്നത് എന്ന് പറയണം. അല്ലാതെ അമീറുൽ മുഅ്മിനീൻ, അമീറാണ് ഖലീഫയാണെന്നൊന്നും അവിടെ പോയി പറയരുത്. എനിക്കെൻ്റെ കൂട്ടാളികളുടെ കൂടെ കിടന്ന് ഉറങ്ങണം, അതിന് അവിടെ സ്ഥലം അനുവദിക്കണം എന്ന് അവരോട് അഭ്യർത്ഥിക്കണം. അതവരെ അനുവദിച്ചാൽ അങ്ങനെ, അതല്ല അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഷമം അതിന് തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് ഉടനെ തിരിച്ചു പോന്നേക്കണം, പിന്നെ അവരോട് തർക്കിക്കാനോ സംസാരിക്കാനോ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഹിജാബിൻ്റെ പുറകിൽ, ആ ഒരു കർട്ടൻ്റെ പുറകിലിരുന്നിട്ട് ആയിഷ ബീവി ഇരുന്ന് കരയുന്നത് കേട്ടു എന്നാണ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു വാർത്ത നാട്ടിലൊക്കെ പാട്ടായിട്ടുണ്ട്. ആയിഷ ബീവി ഇരുന്ന് കരയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ചെന്നിട്ട് കാര്യം പറഞ്ഞു, ഞാൻ ഇന്ന ആവശ്യത്തിന് വന്നതാണ് എന്ന് പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു, ഉമറിനല്ലാതെ മറ്റൊരാൾക്കും ആ ഒരു സ്ഥലം ഞാൻ വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഞാനത് എനിക്ക് വേണ്ടി കരുതി വച്ചിരുന്ന സ്ഥലമാണ്, ഞാനത് എനിക്ക് വേണ്ടി കരുതി വച്ചിരുന്ന മണ്ണാണ്, അത് ഉമറിനല്ലാതെ മറ്റൊരാൾക്കും ഞാൻ വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തിരിച്ച് ഉമറിൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. ആ സമയത്ത് ഉമർ ഇങ്ങനെ മയങ്ങി കിടക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ വരുന്നത് കണ്ടപ്പോൾ ചുറ്റിലുണ്ടായിരുന്ന സ്വഹാബാക്കൾ വിളിച്ചു പറഞ്ഞു, അബ്ദുള്ള വരുന്നുണ്ട്, അബ്ദുള്ള വന്നിട്ടുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ മകൻ വന്നിട്ടുണ്ട്, അബ്ദുള്ള വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉമറിനെ തട്ടി വിളിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ കണ്ണ് തുറന്നു, പറഞ്ഞു, എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തുമോ എന്ന് ചോദിച്ചു. ചുറ്റുള്ള ആളുകളോട് എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ എഴുന്നേൽപ്പിച്ചിരുത്തി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവരെന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അവർ നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട്, അവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാ, ഇതിലും വലുതായിട്ട് എനിക്ക് മറ്റൊരു ആഗ്രഹവും ഇല്ല എന്ന് പറഞ്ഞു. റസൂലിൻ്റെയും അബൂബക്കറിൻ്റെയും അടുത്ത് അടക്കം ചെയ്യപ്പെടുക എന്നതിലുപരിയായിക്കൊണ്ട് എനിക്ക് മറ്റൊരു ആഗ്രഹവും ഇല്ല എന്ന് പറഞ്ഞു. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് പറഞ്ഞു, എൻ്റെ മയ്യത്ത് ആയിഷയുടെ വീട്ടിലേക്ക് കൊണ്ട് ചെല്ലുന്ന ആ ഒരു സമയത്ത് വീണ്ടും ആയിഷയോട് അനുവാദം ചോദിക്കണം. എൻ്റെ മയ്യത്ത് ഇവിടെ അടക്കം ചെയ്യാൻ സമ്മതമാണോ എന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചോദിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇനി എന്തെങ്കിലും കാരണവശാൽ അവർ എതിർപ്പ് പറയുകയാണെങ്കിൽ എന്നെ മുസ്ലിങ്ങളുടെ മക്കാബറിൽ കൊണ്ടുപോയിട്ട് എന്നെ അടക്കം ചെയ്യണം എന്ന് പറഞ്ഞു. മുസ്ലിങ്ങളുടെ കൂടെ പുറത്ത് കൊണ്ടുപോയിട്ട് മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് എന്നെ അടക്കം ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ആ ഒരു സ്ഥലം അത് അവരുടേതാണ്, അത് അവരുടെ വീടാണ്, അവരുടെ ഭർത്താവാണ്, അവരുടെ പിതാവാണ്. അതുകൊണ്ട് തന്നെ അത് അവരുടെ ഹക്കാണ്. അവർക്ക് അവരെ അവിടെ ആരെ അടക്കം ചെയ്യണം, ആരെ അടക്കം ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന പോലെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവരോട് ചോദിക്കണം എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് ആ സമയത്ത് ഉമർ പറഞ്ഞു വെക്കുകയാണ്. ഈ അവസാന സമയത്ത് നടക്കുന്ന ചെറിയ ചില സംഭവങ്ങളുണ്ട്. ഈ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന് ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇബ്നു അബ്ബാസ് വന്നിട്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾ സന്തോഷിക്കൂ, കാരണം നിങ്ങൾക്ക് സ്വർഗം കരസ്ഥമാകും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളായിലുകളൊക്കെ ഇങ്ങനെ എടുത്തു പറയാൻ തുടങ്ങി. എല്ലാവരും റസൂലിനെ തിരസ്കരിച്ച നേരത്ത് നീ ഇസ്ലാം മതം സ്വീകരിച്ചു, നീ റസൂലിൻ്റെ കൂടെ നിന്നിട്ട് ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്ത് പറയാണ്. നിന്നെ അള്ളാഹുവിൻ്റെ റസൂല് തൃപ്തിപ്പെട്ടിരിക്കുന്നു യാ അമീറൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ സന്തോഷിക്കൂ, നീ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പറഞ്ഞതൊക്കെ ഒരാവർത്തി കൂടി എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇബ്നു അബ്ബാസ് ഈ പറഞ്ഞതൊക്കെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്.
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പറഞ്ഞതെല്ലാം സത്യമാണ്, റസൂൽ എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ പേടി അതല്ല, ഞാൻ നിങ്ങളുടെ മേൽ ഭരണം നടത്തിയതിലാണ്. അതിനെക്കുറിച്ച് എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കുമല്ലോ എന്നതിലാണ്. അതിനെൻ്റെ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഒഴിവായി കിട്ടാൻ വേണ്ടി എനിക്കുള്ളത് മുഴുവൻ ദാനം ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഭരണത്തെക്കുറിച്ച് എന്നോട് ചോദിക്കപ്പെടും എന്നുള്ളതിൽ എനിക്ക് പേടിയുണ്ട് എന്ന് പറയാണ്. അതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിന് പുറത്തൊരു പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവസാനമായി സന്ദർശിക്കുന്ന വ്യക്തി അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആയിരിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അവസാന സമയത്ത് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാ ഇബ്നു ഉമറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ താഴേക്ക് ഇറക്കിക്കെടുത്തണം, എന്നെ താഴെ മണ്ണിലേക്ക് ഇറക്കിക്കെടുത്തണം. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു അവസാന സമയമാണ്. അബ്ദുല്ലാ ഇബ്നു ഉമറിനോട് പറഞ്ഞു, എനിക്ക് മണ്ണിലേക്ക് താഴേക്ക് എന്നെ ഇറക്കിക്കെടുത്തണം എന്ന് പറഞ്ഞു. ആദ്യം അബ്ദുല്ലാ ഇബ്നു ഉമർ അതിന് സമ്മതിച്ചില്ല, അതിന് കൂട്ടാക്കിയില്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധപൂർവം പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇറക്കി മണ്ണിൽ കിടത്തുകയാണ്. സുജൂദ് ചെയ്യാനാണ് നോക്കുന്നത്. സുജൂദ് ചെയ്യാൻ പറ്റില്ല, കാരണം വളഞ്ഞു നിൽക്കാനോ തലകുത്തി നിൽക്കാനോ എന്നുള്ള ആരോഗ്യം ആ സമയത്തില്ല. വയറ് പൊളിഞ്ഞിരിക്കുകയാണ്, നെറ്റി താഴെ വരുന്ന രീതിയിൽ കിടക്കാൻ സാധിക്കില്ല. അങ്ങനെ കവിള് മണ്ണിൽ അങ്ങനെ ചേർത്ത് വെച്ചു. അവിടെ കിടന്ന് ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ എന്ന് ആവർത്തിച്ച് ഉച്ചരിച്ചു കൊണ്ടിരുന്നു എന്നാണ്. മണ്ണിൽ അങ്ങനെ തല ചേർത്ത് വെച്ചിട്ട് കവിള് ചേർത്ത് വെച്ചിട്ട് എനിക്ക് പുറത്തു തരണേ, എന്നോട് പൊറുക്കണേ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. അങ്ങനെ ആ ഒരു കിടപ്പിൽ ഉമർ ഇബ്നുൽ ഖത്താബ്, ആ ഒരു അത്ഭുത മനുഷ്യൻ അവിടെ കിടന്നങ്ങനെ ഇഹലോകവാസം വിടിയാണ്, വഫാത്താവുകയാണ്. ഇമാം അദ്ദഹബി പറയുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ വഫാത്ത് സംഭവിക്കുന്നത് ഒരു ബുധനാഴ്ച ദിവസം ആയിരുന്നു എന്നാണ്. ബുധനാഴ്ച ദിവസം ദുൽഹജ്ജ് മാസത്തിലെ 26 27 ഹിജ്റ വർഷം 23 ദുൽഹജ്ജ് മാസത്തിൻ്റെ 26 7 ഹിജ്റ വർഷം 23 തൻ്റെ 63ാമത്തെ വയസ്സിൽ, ഏതാണ്ട് 10.5 വർഷത്തെ ഖലീഫ ഭരണത്തിന് ശേഷം. പിന്നീട് തൻ്റെ മകൻ അബ്ദുല്ലാ ഇബ്നു ഉമറാണ് മയ്യത്ത് കുളിപ്പിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സുഹൈബ് ഇബ്നു സിനാൻ, സുഹൈബ് റൂമിയാണ് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ മയ്യത്ത് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീണ്ടും അനുവാദം ചോദിച്ചു. ആയിഷ ബീവി അത് സമ്മതിച്ചു. ആയിഷ ബീവിയുടെ വീടായതുകൊണ്ട് തന്നെ റസൂലിന് ശേഷം അബൂബക്കറിന് ശേഷം ഒന്നും ഒരാളും അങ്ങോട്ട്, പുറത്തുനിന്നുള്ള ഒരാളും അങ്ങോട്ട് പ്രവേശിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സ്വഹാബാക്കൾ അങ്ങോട്ട് പ്രവേശിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടത് ഭാഗത്ത് ഒരു ഖബർ കുഴിച്ചുണ്ടാക്കി. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടത് തോളിന് സമാന്തരമായി തല വരുന്ന രൂപത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കുകയും ചെയ്യാണ്. അപ്പോൾ അങ്ങനെ